എൻ്റെ പിറന്നാളിൻ്റെ ഷോർട്സ് ഇട്ട സമയത്ത് ഈ ഒരു ഭാഗം വന്ന സമയത്ത് ചിലർക്ക് വിചാരിച്ചിട്ടുണ്ടാവൂല്ലേ അപ്പോൾ സജിത്തേട്ടൻ തിരിച്ച് പോയിട്ടില്ലേ എന്നുള്ളത്. ഇത് സജിത്തേട്ടൻ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള ഒരു ക്ലിപ്പാണ് കേട്ടോ. എനിക്ക് അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതായിരുന്നു. ഞാനാണെങ്കിലോ ഒരുപാട് മാസങ്ങളായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. ഇതിങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരിക്കലും ഞാൻ സജിത്തേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. എൻ്റെ സന്തോഷത്തിൻ്റെ എക്സ്പ്രഷൻസൊക്കെ ഞാനിപ്പോഴാണ് കേട്ടോ ശരിക്കും കാണുന്നത്. സംഭവം എന്താണെന്ന് മനസ്സിലായോ? ചിലർക്കൊക്കെ ബോക്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ഹെയർ സ്റ്റൈലറാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാനിങ്ങനെ ഈ ടൈപ്പ് ഹെയർ സ്റ്റൈൽ അങ്ങനെയൊന്നും ചെയ്യാത്തതാണ് എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് പേടിയാണ്. ആകെ കുറച്ചേ ഉള്ളൂ, അതെങ്ങാനും പോവോ എന്നുള്ള പേടിക്കൊണ്ടാണ് ഇങ്ങനെ. പക്ഷേ ആഗ്രഹം ഉണ്ട് ഇനിയും. അതുകൊണ്ടാണ് ഇങ്ങനെ വിഷ് ലിസ്റ്റുള്ളത് കുറേ ദിവസമായിട്ട് കിടന്നത് കേട്ടോ. ഇതിൽ തന്നെ ഹെയർ ഡ്രയറും വരുന്നുണ്ട്, അതുപോലെ തന്നെ മൾട്ടി സ്റ്റൈലറും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുടിയൊക്കെ ഇനി നമുക്കിങ്ങനെ ഭയങ്കര സ്റ്റൈലായിട്ട് ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തിടുന്ന പോലെ നല്ല സ്റ്റൈലായിട്ട് ഇടാനൊക്കെ പറ്റും. പക്ഷേ എന്തായാലും ഇത് ഡെയിലി യൂസിന് പറ്റുന്ന സാധനമൊന്നുമല്ല. കാരണം നമ്മളുടെ ഹെയറിന് അത്ര നല്ലതൊന്നും ആവില്ലല്ലോ. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ നമ്മളുടെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉള്ളത് നല്ലതല്ലേ. എൻ്റെ അടുത്ത് സ്ട്രെയിറ്റ്നർ ഉണ്ട്, പക്ഷേ ഞാനത് ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ. പിന്നെ ഇത് തന്നെ കയ്യിൽ കിട്ടിയ സന്തോഷത്തിന് ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി കൂടുതൽ പഠിച്ചിട്ടൊക്കെ വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടില്ല വെച്ചെങ്കിൽ അത് ഹെയറിന് ഒട്ടും നല്ലതല്ല. ഇത് കണ്ടോ, സ്ട്രെയിറ്റ്നർ എൻ്റെ കയ്യിൽ കുറേ വർഷങ്ങളായിട്ടുള്ളതാട്ടോ. ഞാൻ ഖത്തറിലുള്ളപ്പോൾ സമയത്ത് തൊട്ടിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. പക്ഷേ എനിക്ക് എന്താ അറിയുക, മുടി അങ്ങനെ കോല് പോലെ അങ്ങനെ കിടക്കുന്നത് അത്ര വലിയ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അത് ഒരുപാട് യൂസ് ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നല്ല പുതുതായിട്ട് അത് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുതിയ ഹെയർ സ്റ്റൈലർ വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒരു പിടി പിടിച്ച് നോക്കാം. പിന്നെ പിറന്നാൾ സമ്മാനം ഇനിയുണ്ട് കേട്ടോ. ഇത് പിറന്നാൾ സമ്മാനം എന്നോ ഓണക്കോടിയെന്നോ അങ്ങനെയൊക്കെ പറയാം കേട്ടോ. ഇത് തന്നതാരെന്നറിയോ? ഇത് എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഗിഫ്റ്റ് കൊടുത്താണ് കേട്ടോ. ആദ്യം കിട്ടിയ ഗിഫ്റ്റ് ഒരുപാട് സന്തോഷം. ഇതാണ് വെച്ചെങ്കിലോ ഇത് വേറൊരു സന്തോഷം. ഇടയ്ക്കൊക്കെ ഇങ്ങനെയും വേണമല്ലോ അല്ലേ. ഒരു സാരിയും ഒരു കുർത്തിയാണ് കേട്ടോ എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ള ആ ഒരു ഡ്രസ്സ് അതും പിറന്നാൾ സമ്മാനം തന്നെയാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വേറൊരു വീഡിയോയിൽ കാണിക്കാം. എന്തായാലും എന്തായി എല്ലാവരുടെയും ഓണം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ?